വെൽക്കം ബാക്ക് സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ വീഡിയോക്കകത്ത് ഫേമിൻ്റെ അസസ്മെൻറ്റുകളെ കുറിച്ചാണ് പറഞ്ഞത്. അതിനകത്ത് സെക്ഷൻ 40B രണ്ട് ഡിഡക്ഷൻസിലെ ഒരു ഡിഡക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, സോ നമ്മൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ, ദാറ്റ് മീൻസ് ആ ഫേമിൻ്റെ അസസ്മെൻറ്റ് തന്നെയാണ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാൻ പോണേ. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. അതായത് ഇവിടെ ഫേം കൊടുക്കുന്നതിനെ കുറിച്ചാണ് പറയണേ. ഫേമിലോട്ട് ഇൻട്രസ്റ്റ് കിട്ടിയാൽ എന്ത് ചെയ്യുമെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തില്ലായിരുന്നു അല്ലേ? സോ ഇങ്ങനെ പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് പാർട്ട്നേഴ്സ് ഈ പറയുന്ന അല്ലെങ്കിൽ പാർട്ട്നേഴ്സിൻ്റെ ഡ്രോയിങ്സിന് ഫേം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇവരെടുത്തുകൊണ്ട് പോകുന്ന പാർട്ട്നേഴ്സ് എടുത്തുകൊണ്ട് പോകുന്ന എമൗണ്ടിന് പാർട്ട്നേഴ്സിൻ്റെ കയ്യിൽ നിന്നും ഫേം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. അങ്ങനെ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് നോക്കേ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ചാർജ്ഡ് ബൈ ദ ഫേം ഫ്രം ഇറ്റ്സ് പാർട്ട്നേഴ്സ് ഷാൾ ബി ട്രീറ്റഡ് ആസ് എ ടാക്സബിൾ ഇൻകം. അതായത് ഈ ഡ്രോയിങ്സിന് ഫേം ഇൻട്രസ്റ്റ് ചാർജ് ചെയ്യും. ആ ചാർജ് ചെയ്യുന്ന ഇൻട്രസ്റ്റ് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും? ടാക്സബിൾ ഇൻകം ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, കൂടുതലൊന്നും അതിനകത്ത് പറയാനില്ല. ആൻഡ് ദ നെക്സ്റ്റ് വൺ, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്. അതായത് 40B പ്രകാരം നമ്മൾ രണ്ട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തതിനകത്ത് രണ്ടാമത്തത്, ദാറ്റ് മീൻസ് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞാൽ അടുത്തത്, ഒരു ഫേം അവരുടെ പാർട്ട്നേഴ്സിന് റെമ്യൂണറേഷൻ കൊടുക്കുന്ന സമയത്ത് എത്ര രൂപ വരെ അലൗബിൾ ആണ്? നിങ്ങളൊരു കാര്യം ആലോചിച്ച് നോക്കി. ഇപ്പം ഞാനും നിങ്ങളും നമ്മൾ രണ്ടുപേരും കൂടെ ഒരു ഫേം തുടങ്ങി. ഫേമിന് 1 ലക്ഷം രൂപ പ്രോഫിറ്റ് ഉണ്ടായിരുന്നു. സോ നമ്മൾ രണ്ടുപേരും തീരുമാനിച്ചു 50,000 രൂപ എൻ്റെ സാലറി ആയിട്ടും 50,000 രൂപ നിങ്ങളുടെ സാലറി ആയിട്ടും തീരുമാനിച്ചു. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു കുഴപ്പം എന്താ? എത്ര രൂപ പ്രോഫിറ്റ് ഉണ്ടെങ്കിലും ശരി, നമ്മുടെ ഇഷ്ടത്തിന് നമുക്ക് സാലറി എഴുതിയെടുക്കാൻ പറ്റും എന്നുള്ളൊരു സാഹചര്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഫേമിൻ്റെ പ്രോഫിറ്റ് 0 ആയിരിക്കും അല്ലേ? ഇപ്പോൾ 6-7 പാർട്ട്നേഴ്സ് ഉള്ള ഒരു സ്ഥാപനമാണെങ്കിൽ അവർക്ക് 1 കോടി രൂപയോ 2 കോടി രൂപയ്ക്ക് മുകളിൽ എന്തുണ്ടെങ്കിൽ പോലും, പ്രോഫിറ്റ് ഉണ്ടെങ്കിൽ പോലും, അവർ ആ കിട്ടുന്ന പ്രോഫിറ്റ് അവരുടെ സാലറി ആയിട്ട് തന്നെ, ഈ പറയുന്ന പാർട്ട്നേഴ്സിൻ്റെ സാലറി ആയിട്ട് തന്നെ എഴുതിയെടുക്കുകയാണെങ്കിൽ ഓക്കെ, അവിടെ ഒരു കാരണവശാലും ഫേമിനൊരു പ്രോഫിറ്റ് ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഒരു ടാക്സബിൾ ഇൻകം ഉണ്ടാവില്ല. സോ അതിനെ ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മളോട് ഇങ്ങനെ ഒരു കാര്യം പറയണേ. അതായത് ഫേം അവരുടെ പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് എക്സംപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ അലൗബിൾ ഡിഡക്ഷൻ ആണ്. പക്ഷേ അതിനകത്തും ഒരു പരിധി വെച്ചിട്ടുണ്ട്. മനസ്സിലായി? P&L അക്കൗണ്ടിനകത്ത് സാലറി ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഒരു എമൗണ്ട് എഴുതാം. അത് അലൗബിൾ എക്സ്പെൻഡിച്ചർ ആണ്, പ്രോഫിറ്റിൽ നിന്ന് കുറച്ച് കാണിച്ചാൽ മതി. പക്ഷേ അതിനും എന്ത് വെച്ചിട്ടുണ്ട്? ഒരു ലിമിറ്റ് വെച്ചിട്ടുണ്ട്. നമുക്കത് എന്താണെന്ന് നോക്കാം. ഓക്കെ, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇൻക്ലൂഡ് സാലറി, ഫീസ്, കമ്മീഷൻ, ബോണസ് എക്സെട്ര. ഏത് കാറ്റഗറിയിൽ വേണേലും വരാം. ആൻഡ് റെമ്യൂണറേഷൻ ഈസ് അലൗഡ് സബ്ജക്ട് ടു ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ഫോളോയിങ് കണ്ടീഷൻസ്. ഈ പറയുന്ന കണ്ടീഷൻസ്, ഒരു 3 കണ്ടീഷൻസ് പറയുന്നുണ്ട്. ആ 3 കണ്ടീഷൻസ് ഓക്കെ ആണെങ്കിൽ മാത്രമേ ഈ പറയുന്ന റെമ്യൂണറേഷൻ നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ടീഷൻ നമ്പർ 1, പാർട്ട്ണർ മസ്റ്റ് ബി എ വർക്കിംഗ് പാർട്ട്ണർ. ബാക്കിയുള്ള 2 കണ്ടീഷൻസും നമ്മൾ ഏതിനകത്ത് പറഞ്ഞതുപോലെ, ഇൻട്രസ്റ്റിനകത്ത് പറഞ്ഞതുപോലത്തുള്ള കണ്ടീഷൻസ് ആണ് പറയണേ. നോക്കി, റെമ്യൂണറേഷൻ മസ്റ്റ് ബി ഓതറൈസ്ഡ് ബൈ ദ പാർട്ണർഷിപ്പ് ഡീഡ്. പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ആൻഡ് ദ സെക്കൻഡ് വൺ, തേർഡ് വൺ, പേയ്മെന്റ് മസ്റ്റ് ബി പെർറ്റൈൻ ടു എ പീരീഡ് ആഫ്റ്റർ ദ പാർട്ണർഷിപ്പ് ഡീഡ്. അതായത് ഈ 2 സാധനങ്ങളും ഇൻട്രസ്റ്റിനകത്ത് പറഞ്ഞതുപോലെ തന്നെയാണ്. പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് ഓതറൈസ് ചെയ്തിരിക്കണം. പാർട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കിയതിന് ശേഷം കൊടുത്തിരിക്കുന്ന സാലറി ആയിരിക്കണം. മനസ്സിലായി? ഇവിടെ കയറി വരുന്ന ഒരു അഡീഷണൽ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവരെന്തായിരിക്കണം? വർക്കിംഗ് പാർട്ണർ ആയിരിക്കണം. സോ എന്താണ് വർക്കിംഗ് പാർട്ണർ? നോർമൽ പാർട്ണർ, വർക്കിംഗ് പാർട്ണർ നമ്മൾ വ്യത്യാസം എന്താ? നമുക്ക് ആലോചിച്ചാൽ തന്നെ അറിയാവുന്നതുള്ളൂ അല്ലേ? അതായത് ഈ പറയുന്ന പാർട്ണർഷിപ്പ് ഡീഡിനകത്തുള്ള കാര്യങ്ങളെല്ലാം ചെയ്ത്, അല്ലെങ്കിൽ അതിനകത്തൊരു ആക്റ്റീവ് പാർട്ണറായി അവരുടെ ബിസിനസ്സിനകത്ത് മാനേജ്മെൻറ്റിനകത്ത് ഒരു പങ്കാളിയാവുന്ന ആൾക്കാരെയാണ് നമ്മൾ വർക്കിംഗ് പാർട്ട്നേഴ്സായിട്ട് തീരുമാനിക്കുന്നത്. സോ 3 കണ്ടീഷനാണ്. നിങ്ങളൊരു P&L പാർട്ണർഷിപ്പ് അക്കൗണ്ടിൻ്റെ അല്ലെങ്കിൽ പാർട്ണർഷിപ്പ് ഫേമിൻ്റെ ഒരു P&L അക്കൗണ്ട് മനസ്സിൽ കൊണ്ടുവരിക. അതിൻ്റെ ഡെബിറ്റ് സൈഡ് സാലറി ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊരു എമൗണ്ട് എഴുതാം. അത് അലൗബിൾ എക്സ്പെൻഡിച്ചർ ആണ്. പക്ഷേ അങ്ങനെ എഴുതണമെങ്കിൽ 3 കണ്ടീഷൻസ് ഓക്കെ ആവണം. 1, വർക്കിംഗ് പാർട്ണർ ആയിരിക്കണം. 2, പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് സാലറിനെ കുറിച്ച് ഓതറൈസ് ചെയ്തിരിക്കണം. 3, പാർട്ണർഷിപ്പ് ഡീഡ് എഴുതിയതിന് ശേഷമുള്ള കാലഘട്ടങ്ങളിൽ വേണം ഈ സാലറി കൊടുക്കാൻ. മനസ്സിലായി? പക്ഷേ ഇൻട്രസ്റ്റിനകത്തൊരു ത്രെഡ് ഹോൾഡ് ലിമിറ്റ് പറഞ്ഞതുപോലെ തന്നെ സാലറിക്കകത്ത് നമ്മളോട് പറയുന്നുണ്ട്. നോക്കാം. ഓക്കെ, റെമ്യൂണറേഷൻ ഈസ് അലൗഡ് ടു ദ മിനിമം ഓഫ് ദ ഫോളോയിങ്. ഏതൊക്കെയാ? ആക്ച്വൽ റെമ്യൂണറേഷൻ അലൗഡ് ടു ഓൾ പാർട്ട്നേഴ്സ്. ആക്ച്വൽ റെമ്യൂണറേഷൻ ആണോ, അതല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള ലിമിറ്റ് ആണോ? അത്രയും വരെ മാത്രമേ നമുക്ക് എന്ത് ചാർജ് ചെയ്യാൻ പാടുള്ളൂ? നമ്മുടെ സാലറി ആയിട്ട്, അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആയിട്ട് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായി? അതായത് ഈ കൊടുക്കുന്നതിനേക്കാൾ, അല്ലെങ്കിൽ ഈ റൂള് പ്രകാരം പറയുന്നതിനേക്കാൾ കുറഞ്ഞ എമൗണ്ട് ആണ് കൊടുക്കുന്നതെങ്കിൽ ആ കുറഞ്ഞ എമൗണ്ട് എഴുതിയാൽ മതി. ഇനി അതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ, അതിപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡിനകത്ത് ഓതറൈസ് ചെയ്തിട്ടുള്ള എമൗണ്ട് ആണെങ്കിലും ശരി, ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന എമൗണ്ടിനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ ഓക്കെ, അവിടെ ഏതുവരെ മാത്രമേ അലൗബിൾ ഉള്ളൂ? ഈ പറഞ്ഞിരിക്കുന്ന എമൗണ്ട് വരെ മാത്രമേ അലൗബിൾ ഉള്ളൂ. അതല്ലാത്തത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. സോ അങ്ങനെയാണെങ്കിൽ പെർമിസിബിൾ ലിമിറ്റ് എന്താണെന്ന് നോക്കാം. നോക്കി, ദ മാക്സിമം പെർമിസിബിൾ ലിമിറ്റ്. അതായത്
എമൗണ്ട് ഓഫ് ബുക്ക് പ്രോഫിറ്റ്, പുതിയൊരു ടേം ആണ് ബുക്ക് പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റ് അല്ല, ബുക്ക് പ്രോഫിറ്റ് ആണ്. അതെന്താണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഇൻ കേസ് ഓഫ് ലോസ്, അതായത് കമ്പനിക്ക് കഴിഞ്ഞ വർഷം ലോസ് ആണെങ്കിൽ പോലും നമുക്ക് എത്ര രൂപ വരെ, 1,50,000 രൂപ വരെ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, സാലറി ആയിട്ട് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായി? നിങ്ങൾ ഒരു P&L അക്കൗണ്ട് ആലോചിക്കുക. ആ P&L അക്കൗണ്ടിൻ്റെ നെറ്റ് ലോസ് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഒരു നെറ്റ് ലോസ് ആണെങ്കിൽ ഇവിടെ റെമ്യൂണറേഷൻ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് എത്ര രൂപ വരെ മാത്രമേ എഴുതാവൂ, മാക്സിമം റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞ് മാക്സിമം 1,50,000 രൂപ വരെ മാത്രമേ എഴുതാവൂ. മനസ്സിലായോ? ഇതിനേക്കാൾ കൂടുതൽ എമൗണ്ട് ആണ് എഴുതിയിട്ടുള്ളതെങ്കിൽ ആ ഡിഫറൻസ് ആയിട്ട് വരുന്ന, അല്ലെങ്കിൽ ആ എക്സസ് എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും, ലോസ് ആണെങ്കിൽ. ഇനി ഇത് തന്നെ പ്രോഫിറ്റ് ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇൻ കേസ് ഓഫ് പ്രോഫിറ്റ്, ഫസ്റ്റ് 3 lakh, ആദ്യത്തെ 3 ലക്ഷത്തിന് എത്ര ശതമാനം വരെ, ബുക്ക് പ്രോഫിറ്റിന്റെ 90% ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ. മനസ്സിലായി? എങ്ങനെയായിരുന്നു? ആദ്യത്തെ 3 ലക്ഷം രൂപ വരെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ആ നെറ്റ് പ്രോഫിറ്റ് ലോസ് ആണെങ്കിൽ ഇങ്ങനെ ചെയ്യണം, 1,50,000 വരെ കിട്ടുമെന്നാണ് പറഞ്ഞത്. ഇനി നെറ്റ് പ്രോഫിറ്റ് ആണ്, പ്രോഫിറ്റ് 3 ലക്ഷം രൂപയ്ക്ക് താഴെയാണ് നെറ്റ് പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നെറ്റ് പ്രോഫിറ്റ് എത്രയാണോ, അല്ലെങ്കിൽ ആ ബുക്ക് പ്രോഫിറ്റ് എത്രയാണോ, ആ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്ന എലമെന്റ് വിട്ടേക്കുക. ഇവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബുക്ക് പ്രോഫിറ്റിനാണ്. സോ ബുക്ക് പ്രോഫിറ്റ് എത്രയാണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുക. ആ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 3 ലക്ഷത്തിന് താഴെയാണെങ്കിൽ, ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ, 90% ഓഫ് ബുക്ക് പ്രോഫിറ്റ് ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ. അത്രയും രൂപ വരെ നമുക്ക് എന്തായിട്ട് ചാർജ് ചെയ്യാം, നമ്മുടെ സാലറി ആയിട്ട് അല്ലെങ്കിൽ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആയിട്ട് ചാർജ് ചെയ്യാം. ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ സപ്പോസ് ഒരു 2 ലക്ഷം രൂപയായിരുന്നു ബുക്ക് പ്രോഫിറ്റ് എന്ന് വിചാരിക്കുക. 2 ലക്ഷം രൂപയാണ് ബുക്ക് പ്രോഫിറ്റ്. സോ നോക്കി, 2 ലക്ഷത്തിൻ്റെ 90% എത്ര വരും, 1,80,000 റുപ്പീസ് വരും അല്ലേ, ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് എമൗണ്ട് ചൂസ് ചെയ്യാം, 1,80,000 റുപ്പീസ് ചൂസ് ചെയ്യാം. അതായത് അത്ര രൂപ വരെ നമ്മുടെ P&L അക്കൗണ്ട് പ്രകാരം നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. മനസ്സിലായോ? എങ്ങനെയാണെങ്കിൽ ലോസ് ആണെങ്കിൽ 1,50,000 റുപ്പീസ് വരെ മാത്രമേ പാടുള്ളൂ. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ ആ പ്രോഫിറ്റ് 3 ലക്ഷം രൂപ വരെ ആണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറഞ്ഞിരിക്കുന്ന പോലെ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ആ ബുക്ക് പ്രോഫിറ്റിൻ്റെ 90% ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ. ഇനി മോർ ദാൻ 3 lakhs ആണ് വരുന്നതെങ്കിൽ നോക്കി, ഓൺ ബാലൻസ് ബുക്ക് പ്രോഫിറ്റ് 60% ഓൺ നെക്സ്റ്റ് ബുക്ക് പ്രോഫിറ്റ്. 3 ലക്ഷം കഴിഞ്ഞിട്ട് എത്രയാണോ വരുന്നത് അതിൻ്റെ 60%. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു 5 ലക്ഷം രൂപയാണ് വരുന്നതെന്ന് വിചാരിക്കുക. സോ 5 ലക്ഷം രൂപ വരുമ്പോൾ ആദ്യത്തെ 3 ലക്ഷത്തിന് ആ 3 lakhന് നമുക്ക് എത്ര ശതമാനം, 90%, 2,70,000 റുപ്പീസ് വരും അല്ലേ. ഇനി ബാലൻസ് എത്രയാ, ബാലൻസ് എന്ന് പറയുന്നത് ടോട്ടൽ 5 lakh ആണ്, ബാലൻസ് 2 lakh റുപ്പീസ് വരും. ആ 2 lakhന്റെ എത്ര ശതമാനം, 60%. ദാറ്റ് മീൻസ് 1,20,000 റുപ്പീസ് വരും. സോ ടോട്ടൽ 5 lakh റുപ്പീസ് ആണ് നമ്മുടെ പ്രോഫിറ്റ് എങ്കിൽ, ബുക്ക് പ്രോഫിറ്റ് എങ്കിൽ, നെറ്റ് പ്രോഫിറ്റ് അല്ല, ടോട്ടൽ 5 lakh റുപ്പീസ് ആണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് എങ്കിൽ നമുക്ക് കൊടുക്കാവുന്ന മാക്സിമം സാലറി എന്ന് പറയുന്നത് 3,90,000 റുപ്പീസ് ആണ്. നമുക്ക് കൊടുക്കാവുന്നതല്ല, നമുക്ക് അഡ്മിസിബിൾ ആയിട്ട് വരുന്ന മാക്സിമം സാലറി എന്ന് പറയുന്നത് 3,90,000 ആണ്. മോർ ദാൻ ഇതിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ നിങ്ങളുടെ P&L അക്കൗണ്ടിനകത്ത് എഴുതിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും അത് അഡ്മിസിബിൾ അല്ല. വരുന്ന എമൗണ്ട്, എക്സസ് വരുന്ന എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ്, ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് പറഞ്ഞതുപോലെ തന്നെയാണ് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് പറയണേ. 3 കണ്ടീഷൻസ് പാർട്ട്ണർഷിപ്പ് ഡീഡിനകത്ത് ഓതറൈസ് ചെയ്തിരിക്കണം. നമ്പർ 2 ഡീഡ് കഴിഞ്ഞതിന് ശേഷമായിരിക്കണം കൊടുക്കണേ. 3 ഇമ്പോർട്ടൻറ്റ് 1 ഏത്, ആർക്ക് മാത്രമേ കൊടുക്കാവൂ, വർക്കിംഗ് പാർട്ട്നേഴ്സിന് മാത്രമേ കൊടുക്കാവൂ. ഇനി ഈ ലിമിറ്റിൻ്റെ പെർമിസിബിൾ മാക്സിമം ലിമിറ്റിൻ്റെ കണ്ടീഷൻ പറയുന്നത്, ഓക്കെ, ഏത് പ്രകാരം കുറവാണെങ്കിൽ, ഡീഡ് പ്രകാരം കുറവാണെങ്കിൽ ആ എമൗണ്ട് കൊടുത്താൽ മതി. ഇനി ഡീഡ് പ്രകാരം ഈ പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടുതലാണെങ്കിൽ ഈ പെർമിസിബിൾ എമൗണ്ട് വരെ മാത്രമേ ഡിഡക്റ്റ് ചെയ്യാവൂ, എക്സസ് വരുന്നത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അവിടെ ഒരു 3 രീതിയിൽ തന്നെ കാര്യങ്ങൾ ആലോചിക്കുക. ലോസ് ആണെങ്കിൽ 1,50,000 രൂപ വരെ സാലറി അഡ്മിസിബിൾ ആണ്, പെർമിസിബിൾ ആണ്. ഇനി പ്രോഫിറ്റ് ആണെങ്കിൽ അവിടെ 3 ലക്ഷത്തിന് താഴെയാണോ എന്ന് ചെക്ക് ചെയ്യുക. പ്രോഫിറ്റ് താഴെയാണെങ്കിൽ എന്ത് ചെയ്യണം, ആ പ്രോഫിറ്റ് എത്രയാണോ, ആ ബുക്ക് പ്രോഫിറ്റ് എത്രയാണോ അതിൻ്റെ 90% ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ, ഓർ 1,50,000 വിച്ച് എവർ ഈസ് ഹയർ. അതായത് മിനിമം എത്രയെങ്കിലും വരെ ആവാമെന്ന്, 1,50,000 രൂപ വരെയെങ്കിലും ആവാം. ഇനി 3 ലക്ഷത്തിന് കൂടുതൽ പോവുകയാണെങ്കിൽ ആ 3 ലക്ഷം രൂപ വരെ എത്ര വരും, 90% വരും. അവിടെ ഇങ്ങനെ ഒരു ലിമിറ്റ് നോക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം 3 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഉറപ്പായിട്ടും 2,70,000 തന്നെ ആയിരിക്കും ഹയസ്റ്റ് അല്ലേ. സോ 3 ലക്ഷത്തിന് മുകളിൽ പോവുകയാണെങ്കിൽ 2,70,000 പ്ലസ്
ആ പ്രോഫിറ്റ് എത്രയാണോ -3 lakh ചെയ്യുക, അപ്പോൾ 3 ലക്ഷത്തിന് മുകളിലുള്ള എമൗണ്ട് കിട്ടും, അതിൻ്റെ 60% എടുക്കുക. ദാറ്റ് മീൻസ് ഇത്ര വരെ മാത്രമേ നമുക്ക് എന്തായിട്ട് ചാർജ് ചെയ്യാൻ പാടുള്ളൂ, നമ്മുടെ റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ആയിട്ട് ചാർജ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായി? നമുക്ക് 1-2 ഇല്ലുസ്ട്രേഷൻസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമുക്ക് നോക്കാം, ഓരോന്നായിട്ട് നോക്കാം. അടുത്തത് കമ്പ്യൂട്ടേഷൻ ഓഫ് ബുക്ക് പ്രോഫിറ്റ്. അതായത് ഈ ഇൻട്രസ്റ്റ് പറയുന്നത് പോലെയല്ല, നമ്മുടെ ഏതിനകത്ത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും ആ ബ്ലോക്ക് ഫുള്ളായിട്ട് നമ്മൾ പറഞ്ഞത് ബുക്ക് പ്രോഫിറ്റിനെ കുറിച്ചാണ് അല്ലേ. അവിടെ നെറ്റ് പ്രോഫിറ്റ് അല്ലാന്നും അത് ബുക്ക് പ്രോഫിറ്റ് ആണെന്നും പറഞ്ഞു. അതായത് ബുക്ക് പ്രോഫിറ്റിൻ്റെ 60% അല്ലെങ്കിൽ ബുക്ക് പ്രോഫിറ്റിൻ്റെ 90% എടുക്കാനാണ് പറഞ്ഞത്. അങ്ങനെയാണെങ്കിൽ എന്താണ് ബുക്ക് പ്രോഫിറ്റ്? ആദ്യമേ ഉണ്ടാവുന്ന ഒരു സംശയം പറഞ്ഞു തരാം. നമ്മൾ ഇൻകം ടാക്സ് പ്രകാരം കണ്ടുപിടിച്ച നെറ്റ് പ്രോഫിറ്റിൽ നിന്നാണ് ബുക്ക് പ്രോഫിറ്റിലോട്ട് എത്തണേ. മനസ്സിലായി? അക്കൗണ്ട്സ് പ്രകാരമുള്ള പ്രോഫിറ്റിൽ നിന്ന് നമ്മൾ ഇൻകം ടാക്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റിലോട്ട് എത്തും. ആ ഇൻകം ടാക്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് ഈ പറയുന്ന സെക്ഷൻ 40B പ്രകാരം കൊടുക്കുന്ന റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബുക്ക് പ്രോഫിറ്റിലോട്ട് എത്തും. അതെങ്ങനെയാണെന്ന് നോക്കാം. നോക്കി, ഫൈൻഡ് ഔട്ട് ദ നെറ്റ് പ്രോഫിറ്റ് ഓഫ് ദ ഫേംസ് ആസ് പെർ ദ P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് കണ്ടുപിടിക്കുക. ഇനി സ്റ്റെപ്പ് 2, മേക്ക് അഡ്ജസ്റ്റ്മെന്റ്സ് ആസ് പെർ സെക്ഷൻ 28 to 44 DB ഇൻക്ലൂഡിംഗ് അഡ്ജസ്റ്റ്മെന്റ് ഓൺ ഇൻട്രസ്റ്റ് ഓൺ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അതായത് നമ്മുടെ PGBP പ്രകാരമുള്ള ഡിഡക്ഷൻസ് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുക. അതിനകത്ത് ഏതും കൂടെ വരും, ഈ 40B പ്രകാരം പഠിച്ച ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സും കൂടെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. And the third one, add a remuneration to partners if debited to P&L account. P&L അക്കൗണ്ടിനകത്ത് ഓൾറെഡി ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഏത് റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. ആൻഡ് സബ്സ്ട്രാക്ട് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ബട്ട് ഡു നോട്ട് സബ്സ്ട്രാക്ട് ബ്രോഡ് ഫോർവേഡ് ബിസിനസ് ലോസസ്. അതായത് ഇതിൽ നിന്ന് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് മൈനസ് ചെയ്യാം, പക്ഷേ ബ്രോഡ് ഫോർവേഡ് ലോസുകൾ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാൻ പാടില്ല. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആ റിസൾട്ടിങ് ഫിഗറിനെയാണ് നമുക്ക് എന്തായിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റണേ, നമ്മുടെ ബുക്ക് പ്രോഫിറ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റണേ. മനസ്സിലായി? ഓക്കെ. സോ ഒരിക്കൽ കൂടെ പറയാം, നെറ്റ് പ്രോഫിറ്റ് എടുക്കുന്നു. നെറ്റ് പ്രോഫിറ്റിൽ നിന്ന് PGBP പ്രകാരം നമ്മൾ പഠിച്ചിരിക്കുന്ന ഡിഡക്ഷൻസും എലമെൻസും കാര്യങ്ങളെല്ലാം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നു. അതിൻ്റെ കൂട്ടത്തിൽ പിന്നെ അഡീഷണലി ചെയ്യേണ്ട 2 കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, ഒന്ന് ഈ 40Bക്കകത്ത് കയറി വരുന്ന 2 കാര്യങ്ങൾ. അതിനകത്ത് ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് ആ പറയുന്ന പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ കൂടുതൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എക്സസ് എമൗണ്ട് എത്രയാണോ അത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ, ഈ 40B പ്രകാരം റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു എമൗണ്ട് നിങ്ങൾ അവിടെ എഴുതിയിട്ടുണ്ടെങ്കിൽ ഓക്കെ, അത് തിരിച്ച് എന്ത് ചെയ്യുക? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുക. എന്നിട്ട് ഇപ്പോൾ കിട്ടുന്ന പുതിയ എമൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം, അല്ലെങ്കിൽ പെർമിസിബിൾ ആയിട്ട് വരുന്ന എമൗണ്ട് നമുക്ക് മൈനസ് ചെയ്യാം. സോ ഓൾറെഡി അങ്ങനെ ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതും കൂടെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാം. അത്രയും കാര്യങ്ങൾ ചെയ്തിട്ട് നമുക്ക് ലാസ്റ്റ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ അത് മൈനസ് ചെയ്യാം. പക്ഷേ ബ്രോഡ് ഫോർവേഡ് ലോസസ്, കഴിഞ്ഞ വർഷത്തെ ലോസ് നമുക്ക് ക്യാരി ഫോർവേഡ് ചെയ്തിട്ട് വേണമെങ്കിൽ ഈ വർഷം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം. അങ്ങനെ ആ പറഞ്ഞ ബ്രോഡ് ഫോർവേഡ് ലോസസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടില്ല. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ഉണ്ടെങ്കിൽ മൈനസ് ചെയ്യാം. ഇത്രയും എലമെൻറ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടണേ? ബുക്ക് പ്രോഫിറ്റ് കിട്ടണേ. ആ ബുക്ക് പ്രോഫിറ്റിൻ്റെ വേണം നമ്മൾ എത്ര ട്രീറ്റ് ചെയ്യാൻ? 60% or 90% ട്രീറ്റ് ചെയ്യാൻ. മനസ്സിലായോ? ഓക്കെ. ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി, ഇൻകം ഫ്രം അതർ സോഴ്സ് ആൻഡ് ക്യാപിറ്റൽ ഗെയിൻ ഡു നോട്ട് ഫോം പാർട്ട് ഓഫ് ബുക്ക് പ്രോഫിറ്റ്. അതായത് വേറെ ഹെഡിനകത്തുള്ള ഇൻകംസ് എവിടെ കയറി വരില്ല, നമ്മുടെ ബുക്ക് പ്രോഫിറ്റിനകത്ത് കയറി വരില്ല. അതിപ്പോൾ നമ്മൾ PGBPക്കകത്തും ചെയ്യാറില്ലല്ലോ. വേറെ ഇൻകത്തിന് അല്ലെങ്കിൽ വേറെ ഹെഡിനകത്ത് കയറി വരുന്ന ഇൻകം ആണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അത് അവോയ്ഡ് ചെയ്യും. അതേപോലെ തന്നെ ഇവിടെയും ചെയ്താൽ മതി. വേറെ ഹെഡിനകത്ത് കയറി വരുന്ന ഇൻകം ആണെങ്കിൽ അത് വേണ്ടാന്ന് വെക്കുക, ബുക്ക് പ്രോഫിറ്റിൻ്റെ ഭാഗമായിട്ട് വരില്ല. ആൻഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 6A, അതായത് 80C തൊട്ട് 80U വരെയുള്ള ഡിഡക്ഷൻസ് എന്തെങ്കിലും ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ഓക്കെ, അതൊരു ജനറൽ ഡിഡക്ഷൻ ആണ്, നമുക്ക് ലാസ്റ്റ് എല്ലാ ചാപ്റ്ററും പറഞ്ഞിട്ട് നമുക്ക് പറയാനുള്ളതാണ്. പക്ഷേ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള ഡിഡക്ഷൻസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യാൻ പാടില്ല? ഷാൾ ബി ഇഗ്നോർ ഫോർ ദ പർപ്പസ്. ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് ചെയ്യാൻ പാടില്ല. മനസ്സിലായോ? ഓക്കെ. സോ ഈ ബുക്ക് പ്രോഫിറ്റിൻ്റെ കാര്യങ്ങൾ നമുക്ക് സമ്മപ്പ് ചെയ്തിട്ട് അതിൻ്റെ ഒരു ഫോർമാറ്റും കൂടെ നമുക്ക് നോക്കാം. ചുമ്മാ നോക്കി, നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട്. P&L അക്കൗണ്ട് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നു. എന്നിട്ട് ആഡ് അഡ്ജസ്റ്റ്മെന്റ് ആസ് പെർ ദ പ്രൊവിഷൻ ഓഫ് സെക്ഷൻ 28 to 44D. അതായത് ഈ പറഞ്ഞിരിക്കുന്നത് പോലുള്ള അഡ്ജസ്റ്റ്മെന്റ്സുകളെല്ലാം നമ്മൾ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്നു. മനസ്സിലായി? ആൻഡ് നെക്സ്റ്റ് വൺ, റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇഫ് ഡെബിറ്റഡ് ഇൻ P&L അക്കൗണ്ട്. P&L അക്കൗണ്ടിനകത്ത് ആ റെമ്യൂണറേഷൻ ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും നമ്മൾ എന്ത് ചെയ്യാൻ പോവാ? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യാൻ പോവാ. മനസ്സിലായി? ആൻഡ് ഡിസലോവബിൾ ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എക്സസ് ഓഫ് 12%. അതായത് ഈ പറഞ്ഞതുപോലെ 40B പ്രകാരം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന ഇൻട്രസ്റ്റ് നോക്കുക, അതിന് എക്സസ് ആയിട്ട് വരുന്ന എമൗണ്ടിനെയും കൂടെ നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം. മനസ്സിലായി?
എളുപ്പമെന്ന് വെച്ചാൽ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ആ നെറ്റ് പ്രോഫിറ്റ് എഴുതുക, PGBP പ്രകാരം നമ്മൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആഡ് ബാക്ക് ചെയ്യുക, ഓൾറെഡി റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ആഡ് ബാക്ക് ചെയ്യുക, ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉണ്ടെങ്കിൽ അതിന് ഈ പറയുന്നത് പോലെ 12% എക്സസ് വരുന്നുണ്ടെങ്കിൽ അതിനെ ആഡ് ബാക്ക് ചെയ്യുക. അത്രയും കാര്യങ്ങൾ ആഡ് ബാക്ക് ചെയ്താൽ നോക്കി ഇൻകം ഫ്രം ഓൾ അതർ സോഴ്സസ് ക്രെഡിറ്റഡ് ടു P&L അക്കൗണ്ട്. ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഏതൊക്കെയാണ് നമ്മുടെ ഹൗസ് പ്രോപ്പർട്ടി പ്രകാരമോ അല്ലെങ്കിൽ വേറെ ക്യാപിറ്റൽ ഗെയിൻ പ്രകാരമോ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഇൻകം ഉണ്ടെങ്കിൽ അത് നമുക്ക് മൈനസ് ചെയ്യാം. കിട്ടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ, ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയണേ. ഇതിൻ്റെ കൂട്ടത്തിൽ ഏതും കൂടെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് മാത്രം. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന ബുക്ക് പ്രോഫിറ്റ് എത്രയാണോ ഈ ബുക്ക് പ്രോഫിറ്റിനെ വേണം നമ്മൾ 90%ഉം 60%ഉം എടുത്തിട്ട് എന്ത് ചെയ്യാൻ, റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ റെമ്യൂണറേഷൻ കാൽക്കുലേറ്റ് ചെയ്യാൻ അല്ലാതെ ഈ പറയുന്ന എമൗണ്ടിനെ കൊണ്ട് വേറെ ഒരു ഉപകാരവും ഇല്ല. ഫേമിൻ്റെ പ്രോഫിറ്റ് ഇതല്ല, ഫേമിൻ്റെ പ്രോഫിറ്റ് PGBP പ്രകാരം കണ്ടുപിടിച്ചിരിക്കുന്ന എമൗണ്ട് തന്നെയാണ്. ഇവിടെ ഇങ്ങനൊരു ഡിവിഷനിൽ ബുക്ക് പ്രോഫിറ്റ് എന്ന് പറയുന്ന ഒരു എലമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഏതിനു വേണ്ടി മാത്രമാണ്, ഈ പറയുന്ന 40B പ്രകാരം റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കമ്പ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഒരു പ്രോബ്ലം നോക്കാം. നോക്കി, XYZ ആർ പാർട്ട്നേഴ്സ് ഓഫ് എ ഫേം വിത്ത് ഈക്വൽ ഷെയർസ്. ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31st March 2018 ഷോസ് എ നെറ്റ് പ്രോഫിറ്റ് ഓഫ് 2,80,000. നെറ്റ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 2,80,000 റുപ്പീസാണ്. ഇനി കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് പറഞ്ഞിരിക്കുന്നത് നോക്കി, ആഫ്റ്റർ ഡെബിറ്റിംഗ് 7,000 ഫോർ ഇൻട്രസ്റ്റ് പെയ്ഡ് ടു എക്സ് അറ്റ് 20%. അതായത് എക്സിന് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ട്, ആ ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത് 7,000 രൂപയാണ്. പക്ഷേ എത്ര ശതമാനം ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്, 20% ആണ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. സോ നമ്മൾ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ പഠിച്ച ഫോർമാറ്റിനകത്ത് നമ്മൾ പറഞ്ഞായിരുന്നു മാക്സിമം എത്ര വരെ മാത്രമേ പാടുള്ളൂ, 12% വരെ മാത്രമേ പാടുള്ളൂ. അഡീഷൻ അല്ലെങ്കിൽ എക്സസ് വരുന്നത് ആഡ് ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു അല്ലേ. ആൻഡ് നെക്സ്റ്റ് വൺ, ₹60,000 ഫോർ സാലറി പെയ്ഡ് ടു വൈ. അത് നമ്മൾ പറഞ്ഞായിരുന്നു ഓൾറെഡി അവർക്ക് സാലറി കൊടുത്തതായിട്ട് നമ്മൾ P&L അക്കൗണ്ടിനകത്ത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ ആഡ് ബാക്ക് ചെയ്യണം എന്ന് പറഞ്ഞു. ആൻഡ് ₹44,000 ഫോർ റെന്റ് ഓഫ് ദ ബിസിനസ് പ്രൊമീസസ് പെയ്ഡ് ടു സെറ്റ്. ഓക്കെ, രണ്ട് കാര്യങ്ങളെ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട കാര്യമുള്ളൂ. 40B പ്രകാരം നമ്മളോട് രണ്ട് കാര്യങ്ങളെ പറയുന്നുള്ളൂ. ഒന്ന് ഇൻട്രസ്റ്റും പിന്നെ ഒന്ന് റെമ്യൂണറേഷനാണ്. ഇവിടെ ഇസഡിന് കൊടുത്തിരിക്കുന്നത് റെന്റ് എന്ന് പറയുന്ന പേയ്മെന്റ് ആണ്, നമ്മളെ ബാധിക്കുന്ന കാര്യമല്ല. കമ്പ്യൂട്ട് ദ ബുക്ക് പ്രോഫിറ്റ് ഓഫ് ദ ഫേം. ദ ഫേം ഫുൾഫിൽ ദ കണ്ടീഷൻ സെക്ഷൻ 184. അതായത് ഈ പറയുന്നത് പോലെ പാർട്ണർഷിപ്പ് ഡീഡിൻ്റെ സെക്ഷൻസും കാര്യങ്ങളെല്ലാം കമ്പനി എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം എന്താ നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ P&L അക്കൗണ്ട് 2,80,000. ഇനി രണ്ട് കാര്യങ്ങൾ ആഡ് ബാക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. അതിനകത്ത് ആദ്യത്തെ സാലറി പെയ്ഡ് ടു വൈ 60,000 റുപ്പീസ് നമ്മൾ ആഡ് ബാക്ക് ചെയ്തു. ഇനി ഏതും കൂടെ ആഡ് ബാക്ക് ചെയ്യണം, ഇൻട്രസ്റ്റും കൂടെ ആഡ് ബാക്ക് ചെയ്യണം. ഇൻട്രസ്റ്റ് ടോട്ടൽ 7,000 റുപ്പീസാണ് നമ്മൾ ഇൻട്രസ്റ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അത് എത്ര ശതമാനമാണ്, 20%. അഡ്മിസിബിൾ ആയിട്ടുള്ളത് 12% വരെ മാത്രമേ ഉള്ളൂ. സോ 8% എന്ന് പറയുന്നത് ഇൻഅഡ്മിസിബിൾ ആയിരിക്കും, അത് ആഡ് ബാക്ക് ചെയ്യണം. ദാറ്റ് മീൻസ് 7,000 ഡിവൈഡഡ് ബൈ 20 ഇൻറ്റു 8 എത്ര വരും, 2,800 റുപ്പീസ് നമുക്ക് ആഡ് ബാക്ക് ചെയ്യാം അല്ലേ. സോ നോക്കി, 2,80,000 പ്ലസ് 60,000 പ്ലസ് 2,800, അങ്ങനെ 62,800 നമ്മൾ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടോട്ടൽ 2,80,000 പ്ലസ് 62,800 എത്ര വരും, 3,42,800 വരും. ഇതാണ് നമ്മുടെ ബുക്ക് പ്രോഫിറ്റ്. ഇനി ഈ ബുക്ക് പ്രോഫിറ്റിൽ നിന്ന് നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള അഡ്മിസിബിൾ ആയിട്ടുള്ള ഏതും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം, സാലറിയും കൂടെ കാൽക്കുലേറ്റ് ചെയ്യാം. എങ്ങനെ പറഞ്ഞിരിക്കണേ, ആദ്യത്തെ 3 lakhന് ഫസ്റ്റ് 3 lakhന് 90% വരും അല്ലേ. സോ 3 lakh ഇൻറ്റു 90% എത്രയാ, 2,70,000 റുപ്പീസ് വരും. ബാലൻസ് 42,800 ആണ് പറഞ്ഞത്, അതിന് 60% വരും. മനസ്സിലായി, 3 lakh കഴിഞ്ഞിട്ട് വരുന്ന 42,800-ന് 60% വരും. ദാറ്റ് മീൻസ് 25,680. സോ 2,70,000 ആഡ് ചെയ്യുമ്പം നോക്കി, നമുക്ക് പെർമിസിബിൾ ആയിട്ടുള്ള സാലറി എന്ന് പറയുന്നത് 2,95,680 മാത്രമാണ്. സിറ്റുവേഷൻ മനസ്സിലായി. സോ ചെയ്യേണ്ട കാര്യം എന്താ, ഈ പറയുന്ന നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഈ പറഞ്ഞ PGBPയുടെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാര്യങ്ങളെല്ലാം ചെയ്യുക. അതിനുശേഷം റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഫുൾ എമൗണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. ഇൻട്രസ്റ്റ് പാർട്ട്നേഴ്സ് ആണ് കൊടുത്തിട്ടുള്ളതെങ്കിൽ അവിടെ ആ പെർമിസിബിൾ ലിമിറ്റിനേക്കാൾ മുകളിൽ എത്രയാണോ അത് മാത്രം നമുക്ക് എന്ത് ചെയ്യാം, ആഡ് ബാക്ക് ചെയ്യാം. നമുക്ക് ബുക്ക് പ്രോഫിറ്റ് കിട്ടും. അത് 3 lakhന് താഴെയാണെങ്കിൽ ഇൻറ്റു 90% ഓർ 1,50,000 വിച്ച് അവർ ഈസ് ഹയർ എടുക്കാം. 3 lakhന് മുകളിലാണെങ്കിൽ ഓക്കെ അപ് ടു 3 lakh
90% എടുക്കാം. 3 lakhന് മുകളിൽ വരികയാണെങ്കിൽ അതിന് 60% കൂടെ എടുക്കാം. സിറ്റുവേഷൻ മനസ്സിലായി. സോ ഇങ്ങനെയാണ് നമുക്ക് ഈ പറയുന്ന പോലെ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സും റെമ്യൂണറേഷൻ ടു പാർട്ട്നേഴ്സ് ഇങ്ങനെ രണ്ടുള്ള എലമെന്റ് നമുക്ക് പഠിക്കാനുള്ളത്. മനസ്സിലായെങ്കിൽ നമുക്ക് അടുത്തത് നോക്കാം. നമ്മുടെ ഇൻട്രസ്റ്റ് ടു പാർട്ട്നേഴ്സ് റെപ്രസെൻറ്റേറ്റീവ് പാർട്ട്നേഴ്സിന് കൊടുത്തതുപോലെ തന്നെ ഇവിടെ റെമ്യൂണറേഷൻ ടു റെപ്രസെൻറ്റേറ്റീവ് പാർട്ട്നേഴ്സും കൂടെ നോക്കാണ്ട്. നോക്കി, റെമ്യൂണറേഷൻ ടു എ റെപ്രസെൻറ്റേറ്റീവ് പാർട്ട്ണർ ഷാൾ ബി ടാക്സബിൾ ഇൻ ദ ഹാൻഡ്സ് ഓഫ് സച്ച് പാർട്ട്ണർ ആൻഡ് നോട്ട് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഓർഗനൈസേഷൻ സോ റെപ്രസെൻറ്റഡ്. മനസ്സിലായോ? However, the provision of section 40B will be applicable. അതായത് റെപ്രസെൻറ്റേറ്റീവ് പാർട്ട്നേഴ്സിന് കൊടുക്കുന്ന സാലറി എന്ന് പറയുന്നത് ആര് ടാക്സ് കൊടുക്കണം? ഈ പറയുന്ന ആ പാർട്ട്ണർ ടാക്സ് കൊടുക്കണം. അതായത് ആർക്ക്? നമ്മുടെ ഈ പറയുന്ന ഓർഗനൈസേഷന് അതെന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? അഡ്മിസിബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ഈ പറയുന്ന പോലെ സെക്ഷൻ 40B പ്രകാരം അപ്ലിക്കബിൾ ആണ്. സോ ഈ പറഞ്ഞ വർക്കിംഗ് പാർട്ട്ണറിൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ഒരു പാർട്ട്ണർ ഉണ്ടെങ്കിൽ ആ പാർട്ട്ണർക്ക് റെമ്യൂണറേഷൻ ആണ് കൊടുക്കുന്നതെങ്കിൽ ഈ പറയുന്ന പാർട്ട്നേഴ്സിന് കൊടുക്കുന്നത് പോലെ തന്നെ 40B എന്ന് പറയുന്നത് അപ്ലിക്കബിൾ ആയിരിക്കും. മനസ്സിലായോ? ഓക്കെ, ദ നെക്സ്റ്റ് വൺ, ട്രീറ്റ്മെൻറ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർട്ട്നേഴ്സ്. അതായത് നമ്മൾ ഇത്രയും നേരം പറഞ്ഞതെല്ലാം നമ്മുടെ ഫേമിൻ്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളാണ് അല്ലേ. സോ ഫേമിൻ്റെ ഭാഗത്ത് നിന്ന് ഈ പറഞ്ഞതുപോലെ പേയ്മെൻറ്റ് ആർക്ക് കിട്ടുന്നുണ്ട്? നമ്മുടെ പാർട്ട്നേഴ്സിന് കിട്ടുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന സമയത്ത് അത് പാർട്ട്നേഴ്സിന് ടാക്സബിൾ ആയിരിക്കും. മനസ്സിലായോ? ഇപ്പോൾ ഒരു സെർട്ടൻ എമൗണ്ട് അതിൻ്റെ നിശ്ചിത ശതമാനം വരെ ഫേം ടാക്സ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിന് പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. പക്ഷേ ഫേം അത് അലോബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് ആഡ് ബാക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ ടാക്സ് ആ എമൗണ്ടിന് ടാക്സ് കൊടുത്തിട്ടില്ലെങ്കിൽ ആ എമൗണ്ടിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? പാർട്ട്ണർ ടാക്സ് കൊടുക്കേണ്ടി വരും. നമുക്ക് നോക്കാം. ഷെയർ ഓഫ് പ്രോഫിറ്റ്, പാർട്ട്നർ ഷെയർസ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദ ഫേം ഈസ് എക്സംപ്റ്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് പാർട്ട്ണർ. പാർട്ട്ണറിന് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അതെന്തുകൊണ്ടാണെന്നാണ് നമ്മൾ പറഞ്ഞത്. എന്താ അതിൻ്റെ റീസൺ? ഈ പറഞ്ഞതുപോലെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് അതിൻ്റെ പ്രോഫിറ്റ് എത്രയാണെന്ന് നോക്കി ആ പ്രോഫിറ്റ് ടാക്സബിൾ പ്രോഫിറ്റ് ആണ്. ഫേം അതിന് 30% ടാക്സ് കൊടുക്കുന്നുണ്ട് അല്ലേ. ആ ടാക്സ് ഓൾറെഡി ടാക്സ് കൊടുത്തിരിക്കുന്ന പ്രോഫിറ്റിനെയാണ് ആർക്ക് വീതിച്ച് കൊടുക്കണേ? ഈ എക്കും ബിക്കും സിക്കും അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് വീതിച്ച് കൊടുക്കണേ. സോ ഓൾറെഡി അതിന് ഫേം ടാക്സ് കൊടുത്തത് കൊണ്ട് നിങ്ങൾ അങ്ങനെ തന്നെ ഓർത്തിരുന്നാൽ മതി. ഏത് പേയ്മെൻ്റ് ആണെങ്കിലും ശരി, ഏത് എമൗണ്ട് ആണെങ്കിലും ശരി, ഫേം ടാക്സ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് ആര് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല? പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? പക്ഷേ ഫേമിന് അതിന് ടാക്സിൻ്റെ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ, ടാക്സിൻ്റെ അഡ്വാൻറ്റേജ് ഫേമിന് കിട്ടിയിട്ടുണ്ടെങ്കിൽ അവിടെ ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? നമ്മുടെ അസസി അല്ലെങ്കിൽ ആ പാർട്ട്ണർ ടാക്സ് കൊടുക്കേണ്ടി വരും. നോക്കാം. Okay, income of a firm shall be taxed in the hands of firm only, and the same can be under no circumstances be taxed in the hands of its partners. The entire profit credited to the partners account in the firm would be exempt from tax in the hands of such partners, even if the income chargeable to tax becomes nil in the hands of the firm on account of any exemption or deduction as per the provision of the Income Tax Act. അതായത് ടാക്സ് അല്ലെങ്കിൽ ടാക്സിൻ്റെ എലമെൻ്റ് എന്ന് പറയുന്നത് എവിടെ കയറി വരികയാണെങ്കിൽ നമ്മുടെ ഫേമിനകത്ത് കയറി വരികയാണെങ്കിൽ ആ എമൗണ്ടിന് ആര് ടാക്സ് അടക്കേണ്ടി വരില്ല? നമ്മുടെ പാർട്ട്നേഴ്സ് ടാക്സ് അടക്കേണ്ടി വരില്ല. And the next one, okay, interest and remuneration to partners. Interest and remuneration to partners shall be taxable in the hands of partners to the extent it is exempt in the hands of firm. ഫേമിന് എത്രത്തോളമാണോ അത് എക്സംപ്റ്റഡ് ആവുന്നത് ആ എമൗണ്ടിന് ആര് ടാക്സ് അടക്കേണ്ടി വരും? പാർട്ട്നേഴ്സ് ടാക്സ് അടക്കേണ്ടി വരും. മനസ്സിലായോ? ഫേമിന് എങ്ങനെയാണ് എക്സംപ്റ്റഡ് ആവണേ? അതായത് അത് അലോബിൾ എക്സ്പെൻഡിച്ചർ ആയിട്ട് നമ്മൾ ആഡ് ബാക്ക് ചെയ്യുകയാണെങ്കിൽ ഫേമിൻ്റെ പ്രോഫിറ്റ് അത്രയും കൂടിയിരിക്കും. ആണോ? ഫേമിൻ്റെ പ്രോഫിറ്റ് അത്രയും കൂടിയിരിക്കും. ആ എമൗണ്ടിന് ഫേം ടാക്സ് അടയ്ക്കേണ്ട ഒരു സിറ്റുവേഷൻ വരും. പക്ഷേ ഫേം എന്ത് ചെയ്തിരിക്കണ ആ എമൗണ്ടിന് ടാക്സ് കൊടുത്തിട്ടില്ല എന്ന് വിചാരിക്കുക. ഓക്കെ, ദാറ്റ് മീൻസ് അലോബിൾ എക്സ്പെൻഡിച്ചർ ആണ്, ഫേം അതിന് ടാക്സ് കൊടുത്തിട്ടില്ല, പ്രോഫിറ്റിൽ നിന്ന് കുറച്ചാണ് കാണിച്ചിട്ടുള്ളതെങ്കിൽ ആ എമൗണ്ടിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? നമ്മുടെ പാർട്ട്ണർ ടാക്സ് കൊടുക്കേണ്ടി വരും. ഞാൻ ഇൻട്രസ്റ്റ് വെച്ചിട്ടൊരു എക്സാമ്പിൾ പറയാം. സപ്പോസ് ഇവിടെ നോക്കി, 20,000 rupees ആണ് പാർട്ട്ണർക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. 20,000 rupees, 15% ആണ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. അതായത് എത്ര എമൗണ്ടിൻ്റെ 15% ആണ് ഇൻട്രസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ആ 15% എന്ന് പറയുന്നത് 20,000 ആണ്. മനസ്സിലായി? നമ്മൾ പറഞ്ഞതനുസരിച്ച് 12% വരെ മാത്രമാണ് പെർമിസിബിൾ. 12% വരുമ്പോൾ എത്ര വരും നോക്കി? 20,000 ഡിവൈഡ് ബൈ 15 ഇൻറ്റു 3, അതായത് 3,900 സംതിങ് വരും, 4,000 വരും. 20,000 ഡിവൈഡ് ബൈ 15, 16,000 rupees അഡ്മിസിബിളും ആണ്. സിറ്റുവേഷൻ മനസ്സിലായോ? ഒരിക്കൽ കൂടെ
20,000 റുപ്പീസാണ് പാർട്ട്ണർക്ക് കിട്ടിയ ഇൻട്രസ്റ്റ്. ആ ഇൻട്രസ്റ്റ് ഫേം കൊടുത്തത് എത്ര ശതമാനമാണ്? 15%. സോ ഈ 15%-ൽ എത്ര മാത്രമാണ് അഡ്മിസിബിൾ? 16,000 റുപ്പീസ് മാത്രമാണ് അഡ്മിസിബിൾ. അതായത് 16,000 റുപ്പീസ് വരെ മാത്രമേ ഫേമിന് എക്സ്പെൻഡിച്ചറായിട്ട് എഴുതാവൂ. മനസ്സിലായി? 4,000 റുപ്പീസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായി? 4,000 റുപ്പീസ് എന്ന് പറയുന്നത് തിരിച്ച് ആഡ് ബാക്ക് ചെയ്യേണ്ടി വരും. സോ ഇവിടെ പറയുന്നത് ടാക്സ് കൊടുക്കേണ്ട പ്രൊവിഷൻസ് ആർക്ക് ബെനിഫിറ്റ് കിട്ടുന്നത്? നമ്മുടെ ഫേമിന് ബെനിഫിറ്റ് കിട്ടുന്ന ടാക്സിന്റെ പോർഷൻ എത്രയാണോ അതിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? നമ്മുടെ പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. സോ ഇവിടെ 16,000 റുപ്പീസ് ഫേമിന് എക്സംപ്റ്റഡ് ആയതുകൊണ്ട് ഈ 15,000 റുപ്പീസിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇവിടെ 4,000 റുപ്പീസ് എന്ന് പറയുന്നത് ഫേമിന് എക്സംപ്റ്റഡ് അല്ല, ഫേം ആഡ് ബാക്ക് ചെയ്യണം. സോ ഫേമിന് പ്രോഫിറ്റ് കൂടും, അത്രയും കൂടെ ഫേമിന് ടാക്സ് കൂടും. സോ ആ 4,000 റുപ്പീസിന് ആര് ടാക്സ് അടച്ചോളും? ഫേം ടാക്സ് അടച്ചോളും. ആര് ടാക്സ് അടക്കേണ്ട ആവശ്യം വരില്ല? നമ്മുടെ പാർട്ട്നേഴ്സ് ടാക്സ് അടക്കേണ്ടി വരില്ല. മനസ്സിലായി? ഒരു ഇല്ലുസ്ട്രേഷൻ നോക്കുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആവും. നോക്കി, ABC are partners in ABC company. Interest on capital allowed 16%, 16%. To A എത്രയാ? 16,000 വരും, ബിക്ക് 8,000 വരും, സിക്ക് 32,000 വരും. ഇൻട്രസ്റ്റ് ട്രീറ്റ്മെന്റ് ഇൻ ദ ഹാൻഡ്സ് ഓഫ് ഫേം ഈസ് ആസ് അണ്ടർ. ഓക്കെ, അതായത് പെർമിസിബിൾ ആയിട്ടുള്ളത് 12%. അത് ഓരോന്നിൻ്റെയും നമുക്ക് എത്രയാണ് നോക്കാം. എത്ര വരും? 16,000 എന്ന് പറയുന്നത് 16% ആണ്. സോ ഡിവൈഡ് ബൈ 16 ഇൻറ്റു 12 ചെയ്യുന്ന നേരത്ത് നമുക്ക് 12,000 അലോവബിൾ ആണ്. അലോവബിൾ ആണെന്ന് വെച്ചാൽ ഫേമിന് അത് അലോവബിൾ ആണ്. ദാറ്റ് മീൻസ് ഫേമിന് അത് എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യാം. ആണോ? സോ നോക്കി, റിമൈനിങ് ഡിസലൗഡ് എന്ന് പറയുന്നത് 4,000 റുപ്പീസ് വരും. ആയതുകൊണ്ട് ബിസിനസ് ഇൻകം ഓഫ് പാർട്ട്നേഴ്സിന് എന്ത് ചെയ്യേണ്ടി വരും? ഈ 12,000 റുപ്പീസിന് ടാക്സ് കൊടുക്കേണ്ടി വരും. ഫേമിന് ഈ 4,000 റുപ്പീസിന് ടാക്സ് കൊടുക്കണം. മനസ്സിലായി? അതായത് ഫേമിന് എത്രയാണോ എക്സംഷൻ ആയിട്ട് വരുന്നത് ആ കിട്ടുന്ന എക്സംഷൻ എമൗണ്ടിന് പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. രണ്ടാമത്തെ നോക്കി, 6,000 റുപ്പീസ് ആണ് അല്ലേ? അതായത് ടോട്ടൽ 8,000 റുപ്പീസ് ആണ്. ഡിവൈഡ് ബൈ 16 ചെയ്യാം, ഇൻറ്റു എത്ര പറഞ്ഞേ? 12 ആണ് പറഞ്ഞേ. 6,000 റുപ്പീസ് ഇവിടെ എക്സംഷൻ ആണ്. സോ ആ 6,000 റുപ്പീസിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? നമ്മുടെ പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. ബാലൻസ് 2,000 റുപ്പീസിന് നമ്മുടെ പാർട്ട്ണർഷിപ്പ് ഫേം ടാക്സ് കൊടുക്കേണ്ടി വരും. അതേപോലെ തന്നെയാണ് അടുത്തത് 32,000 ആണ്. 12% എടുക്കുമ്പോൾ 24,000 വരും. ഇത് അലൗഡ് ആണ്. അതായത് ആ 24,000-നെ നമുക്ക് എക്സംഷൻ ആയിട്ട് എഴുതാം, ബിസിനസിന്റെ എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതാം. ആയതുകൊണ്ട് അവിടെ ടാക്സ് കുറയും അല്ലെ? ഒരു എമൗണ്ടിന് എക്സ്പെൻഡിച്ചർ ആയിട്ട് എഴുതുമ്പോൾ തീർച്ചയായിട്ടും പ്രോഫിറ്റ് കുറയും, ടാക്സും കുറയും. സോ ആ 24,000-ന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? നമ്മുടെ പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. ഡിഫറൻ്റ് ആയിട്ടുള്ള 8,000-ന് നമ്മുടെ ഫേം ടാക്സ് കൊടുക്കേണ്ടി വരും. സിറ്റുവേഷൻ മനസ്സിലായോ? സോ ഇങ്ങനെ മാത്രം ഓർത്തിരുന്നാൽ മതി. ഫേമിന് ടാക്സിന്റെ ബെനിഫിറ്റ് കിട്ടുകയാണെങ്കിൽ ആ എമൗണ്ടിന് പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കണം. അതല്ല, ഫേം ടാക്സ് കൊടുത്തിരിക്കുന്നതാണെങ്കിൽ അതിന് ആര് ടാക്സ് കൊടുക്കേണ്ട? പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ട. ആൻഡ് ദ സെക്കൻഡ് വൺ നോക്കി, ABC are partners in a firm and partners in ABC and Co which has sustained a loss of 2 lakh during the previous year. 2 ലക്ഷം രൂപയാണ് ലോസ് പറഞ്ഞത്. Remuneration paid to A 75,000 and B 1 lakh and C 50,000. 3 പേർക്ക് കൊടുത്തിരിക്കുന്ന റെമ്യൂണറേഷൻ പറഞ്ഞിട്ടുണ്ട്. 75,000, 1 lakh, 50,000. And since the firm is running in loss, hence the maximum remuneration is allowed to the firm is 1,50,000. അല്ലേ? അതായത് ലോസിലാണെങ്കിൽ നമുക്ക് എത്ര മാത്രമേ പാടുള്ളൂ? 1,50,000 റുപ്പീസ് വരെ മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ? നമ്മുടെ റെമ്യൂണറേഷൻ ആയിട്ട് അലോ ചെയ്യാൻ പാടുള്ളൂ. ഇൻ സച്ച് കേസ് ദ ടാക്സബിൾ എമൗണ്ട് ഇൻ ഹാൻഡ്സ് ഓഫ് പാർട്ട്നേഴ്സ് ഷാൾ ബി the proportionate amount of remuneration allowed in the hands of firm. Calculate as under. അതായത് ഇവിടെ ടോട്ടൽ എത്ര എമൗണ്ട് കൊടുത്തിരിക്കണേന്ന് നോക്കണം. അവിടെ മാക്സിമം പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ എന്ന് പറയുന്നത് എത്ര വരെ മാത്രമായിരിക്കും? നമുക്ക് 1,50,000 റുപ്പീസ് വരെ മാത്രമായിരിക്കും. മനസ്സിലായോ? അതായത് ഇവിടെ 1,50,000, ദാറ്റ് മീൻസ് 2,25,000 ആണ് ടോട്ടൽ കൊടുത്തത്. അതിനകത്ത് 1,50,000 റുപ്പീസ് വരെ മാത്രമാണ് പെർമിസിബിൾ. ദാറ്റ് മീൻസ് 2,25,000 മൈനസ് 1,50,000 എത്ര വരും? 75,000 റുപ്പീസ് എന്ന് പറയുന്നതിന് ആര് ടാക്സ് കൊടുക്കണം? 75,000 ഇൻഅഡ്മിസിബിൾ ആണ് അല്ലേ? തിരിച്ച് ആഡ് ബാക്ക് ചെയ്യണം. അങ്ങനെ ആഡ് ബാക്ക് ചെയ്യുന്നത് കൊണ്ട് ആ 75,000 റുപ്പീസിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? നമ്മുടെ ഫേം ടാക്സ് കൊടുക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ പിന്നെ റെമ്യൂണറേഷൻ ആയിട്ട് കൊടുക്കുന്നത് 1,50,000 ആണ്. ഇവിടെ നമുക്ക് എക്സംഷൻ കിട്ടി. ആ എക്സംഷൻ കിട്ടിയത് കൊണ്ട് ഇതിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും.
എക്സംഷൻ കിട്ടിയത് കൊണ്ട് പാർട്ട്നേഴ്സിന് ടാക്സ് കൊടുക്കേണ്ടി വരും. നോക്കി, ഇവർക്ക് പാർട്ട്നേഴ്സിന് കിട്ടുന്ന എമൗണ്ട് എത്രയൊക്കെയാണ്? ഒന്ന് 75,000 ആണ്, 75,000 ആണ്. പിന്നെയുള്ളത് 1 lakh ആണ്. സിക്ക് കൊടുക്കുന്നത് 50,000 ആണ്. അതായത് ഇവർ 3 പേരും കൂടിയിട്ട് വേണം ഈ 1,50,000 ടാക്സ് കൊടുക്കാൻ. പറയുന്നത് മനസ്സിലാവുണ്ടോ? ടോട്ടൽ 2,25,000 ആണ് സാലറി ആയിട്ട് കൊടുക്കണേ. അവിടെ 75,000 എന്ന് പറയുന്നത് അഡ്മിസിബിൾ അല്ല. ആ 75,000 ആഡ് ബാക്ക് ചെയ്യണം. ആഡ് ബാക്ക് ചെയ്യണം എന്ന് വെച്ചാൽ ഫേമിൻ്റെ പ്രോഫിറ്റ് കൂടും. സോ ഫേം 75,000 കൂടെ ടാക്സ് കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് ആര് ടാക്സ് കൊടുക്കേണ്ടി വരില്ല? പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരില്ല. പക്ഷേ 1,50,000 റുപ്പീസ് എന്ന് പറയുന്നത് പെർമിസിബിൾ ആണ്. ഫേമിന് അവിടെ ടാക്സ് കൊടുക്കേണ്ടി വരില്ല. അതുകൊണ്ട് ആ 1,50,000 റുപ്പീസിന് പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. പാർട്ട്നേഴ്സ് എന്ന് വെച്ചാൽ നോക്കി, 3 പേർക്കും കൂടെ കിട്ടിയിരിക്കുന്ന സാലറിയാണ് 75,000, 1,50,000. സോ നമുക്ക് ഈ റേഷ്യോയിൽ വീതിക്കുന്ന നേരത്ത് എങ്ങനെയാണ്? 75:100:50. ദാറ്റ് മീൻസ് 1.5:2:1 എന്നുള്ള റേഷ്യോയിൽ വീതിക്കാം. അങ്ങനെ വരുന്ന നേരത്ത് നോക്കി എത്ര വരും? 1,50,000 ഡിവൈഡ് ബൈ 1, 2, 3, 4.5 ഇൻറ്റു 1.5 എത്രയാ? ഡിവൈഡ് ബൈ 4.5 ഇൻറ്റു 1.5 എത്ര വരും? 50,000 റുപ്പീസ് ആർക്കാ? എക്ക് ചാർജബിൾ ആയിരിക്കും. അതായത് 1,50,000 റുപ്പീസാണ് ടോട്ടൽ പെർമിസിബിൾ ആയിട്ടുള്ള ഡിഡക്ഷൻ കയറി വരണേ. ആ ഡിഡക്ഷൻ എന്ന് പറയുന്നത് പാർട്ട്നേഴ്സിന് കൊടുക്കേണ്ട സാലറിയാണ്, അല്ലെങ്കിൽ പാർട്ട്നേഴ്സിന് ടാക്സബിൾ ആവുന്ന ഇൻകമാണ്. സോ അതിനെ ഈ റേഷ്യോയിൽ വീതിക്കാം. മനസ്സിലായി? ടോട്ടൽ 1:5:2:1 എന്നുള്ള റേഷ്യോ ആണ് പറഞ്ഞത്. സോ ഇനി ബിയുടെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? 1,50,000 ഡിവൈഡഡ് ബൈ 4.5 ഇൻറ്റു 2. സോ എത്ര വരും? 1,50,000 ഡിവൈഡഡ് ബൈ 4.5 ഇൻറ്റു 2. 66,667 വരും. ഇൻറ്റു 1 ചെയ്യുമ്പം 33,333 വരും. സിറ്റുവേഷൻ മനസ്സിലായല്ലോ? സോ ഒറ്റ കാര്യമാണ്, അതാണ് ഞാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കണേ. ഫേമിന് ടാക്സിന്റെ ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ, ഫേമിന് അത് എക്സ്പെൻഡിച്ചറായിട്ട് എഴുതാൻ അലൗബിൾ ആയിട്ടുള്ള എമൗണ്ട് ആണെങ്കിൽ അത് ഫേമിന് ടാക്സ് കൊടുക്കേണ്ട എമൗണ്ട് അല്ല. ഫേമിന്റെ പ്രോഫിറ്റ് കുറഞ്ഞിരിക്കും. ആ എമൗണ്ടിന് ആര് ടാക്സ് കൊടുക്കേണ്ടി വരും? പാർട്ട്നേഴ്സ് ടാക്സ് കൊടുക്കേണ്ടി വരും. ഇനി ഫേമിന് എക്സ്പെൻഡിച്ചറായിട്ട് എഴുതാൻ പറ്റാതെ തിരിച്ച് ആഡ് ബാക്ക് ചെയ്യുന്ന എമൗണ്ടുകളാണെങ്കിൽ ഓക്കെ, അവിടെ ഫേം ആണ് ടാക്സ് കൊടുക്കണേ. അതുകൊണ്ട് ആ എമൗണ്ട് കിട്ടുന്ന പാർട്ട്നേഴ്സ് എന്ത് ചെയ്യേണ്ടി വരില്ല? ടാക്സ് കൊടുക്കേണ്ടി വരില്ല. നിങ്ങൾ ഈ പ്രോബ്ലം ഒന്ന് ചെയ്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, സോ ഇൻട്രസ്റ്റ് പോലെയല്ല, റെമ്യൂണറേഷനിലോട്ട് വരുമ്പോൾ ബുക്ക് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യണം. ബുക്ക് പ്രോഫിറ്റിൻ്റെ സർട്ടൻ പെർസെൻറ്റേജ് എടുക്കണം. എന്നിട്ട് വേണം പെർമിസിബിൾ ആണോ എന്ന് നോക്കാൻ. മനസ്സിലായി? നമുക്ക് നോക്കാം. അടുത്തത് നെക്സ്റ്റ് വൺ, എഫക്ട്സ് ഓഫ് രജിസ്ട്രേഷൻ ഓഫ് ഫേം. ഈ ഫേമുമായിട്ട് ബന്ധപ്പെടുത്തി കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. രജിസ്ട്രേഷൻ ഫോം ഈസ് നോട്ട് കമ്പൽസറി ടു അസസ് ഫേം ആസ് സച്ച് ഫോർ ദ ഇൻകം ടാക്സ് പർപ്പസസ്. അതായത് നിങ്ങളൊരു ഫേമായിട്ട് രജിസ്റ്റർ ചെയ്യണമെന്നൊന്നുമില്ല. അതിൻ്റെ ഫോർമാറ്റ് ഒരു പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ ആണെങ്കിൽ അവിടെ ടാക്സ് കൊടുക്കേണ്ടതും ഏത് രീതിക്ക് തന്നെയാണ്? പാർട്ട്ണർഷിപ്പ് ഫേമിനകത്ത് തന്നെയാണ്. ആൻഡ് നെക്സ്റ്റ് വൺ, ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. ഈ പറയുന്ന ഈ പാർട്ട്ണർഷിപ്പ് ഫേമിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറുകയോ അല്ലെങ്കിൽ എയോ ബിയോ സിയോ ഇതിനകത്ത് ആരെങ്കിലും ഒരാൾ ഇവിടുന്ന് റിട്ടയർ ആയിട്ട് പോവുകയോ അല്ലെങ്കിൽ പുതിയൊരു അഡ്മിഷൻ എടുക്കുകയോ പുതിയൊരു പാർട്ട്ണർ ഇതിലോട്ട് വരികയോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ള കോൺസ്റ്റിറ്റ്യൂഷൻസിനകത്ത് ചേഞ്ചസ് വരികയാണെങ്കിൽ ഓക്കെ, ആസ് പെർ സെക്ഷൻ 184(3) എ ഫേം ഷാൾ ബി അസസ്ഡ് ആസ് ഫേം ഫോർ ദ പർപ്പസ് ഓഫ് ദിസ് ആക്ട് ഇഫ് ദർ ഈസ് നോ ചേഞ്ച് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ. അതായത് നിലവിലുള്ള ഫേമായിട്ട് തന്നെ അല്ലെങ്കിൽ നിലവിലുള്ള ഫേമായിട്ട് തന്നെ ഈ പറയുന്നത് പോലെ മുന്നോട്ട് പോകണമെങ്കിൽ ഒരു കാരണവശാലും ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷനകത്ത് ചേഞ്ച് വരുത്താനോ ഇതിൻ്റെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ചേഞ്ച് വരുത്താനോ പാടില്ല. And where any such change had taken place in the previous year, the firm shall furnish a certificate copy of the revised instrument of partnership. അതായത് അങ്ങനെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ചേഞ്ച് വരികയാണെങ്കിൽ പുതിയൊരു പാർട്ട്ണർഷിപ്പ് ഡീഡ് ഉണ്ടാക്കണം, along with the return of income of the relevant assessment year. ഏതിൻ്റെ കൂടെ? ഈ പറയുന്ന റിട്ടേൺ സബ്മിറ്റ് ചെയ്യുന്നതിൻ്റെ കൂടെ പുതിയ പാർട്ട്ണർഷിപ്പ് ഡീഡും കൂടെ സബ്മിറ്റ് ചെയ്യണം. മനസ്സിലായി? അതായത് ഒരു കാരണവശാലും കോൺസ്റ്റിറ്റ്യൂഷൻസ് ചേഞ്ച് ഉണ്ടാവാൻ പാടില്ല. കോൺസ്റ്റിറ്റ്യൂഷൻ ചേഞ്ച് ഉണ്ടായാൽ ഈ പറയുന്ന പോലെ പുതിയ ഡീഡ് ഉണ്ടാക്കി പുതിയ അസസ്മെൻറ്റ് പ്രൊസീജിയറും കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടി വരും. And carry forward and set off losses of firm on change in the constitution of firm. അതായത് ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഫേം മാറുകയാണെങ്കിൽ അസസി എന്നുള്ള കാറ്റഗറി തന്നെ മാറി. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ നോക്കി, വേർ എ ചേഞ്ച് ഒക്കേഴ്സ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ഫേം ഓൺ അക്കൗണ്ട് ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ. അതായത് ഒരു പാർട്ട്ണറിന്റെ റിട്ടയർമെന്റോ ഡെത്തോ കാരണം അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ മാറി എന്ന് വിചാരിക്കുക. ദ പ്രൊപ്പോർഷനേറ്റ് ലോസ് ഓഫ് ദ റിട്ടയർഡ് ഓർ ദ ഡിസീസ്ഡ് പാർട്ട്ണർ ഷാൾ നോട്ട് ബി ക്യാരി ഫോർവേഡ്. അങ്ങനെ ഇറങ്ങിപ്പോയ ഒരു പാർട്ട്ണറിന്റെ അല്ലെങ്കിൽ മരിച്ചുപോയ പാർട്ട്ണറിന്റെ ലോസ് എന്ത് ചെയ്യാൻ പാടില്ല? ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. ഹവർ ദിസ് സെക്ഷൻ ഷാൾ നോട്ട് അപ്ലൈഡ് ഇൻ കേസ് ഓഫ് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ.
അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷന് അത് ബാധകമല്ല. അവിടെ ആര് വന്നാലും പോയാലും ഒന്നും ഒരു കുഴപ്പമില്ല. ഞാനൊരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ നോക്കി, കഴിഞ്ഞ വർഷം ABC എന്ന് പറയുന്ന 3 പാർട്ട്നേഴ്സ് ഉണ്ടായിരുന്നു. 3 പാർട്ട്നേഴ്സ് ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് 3 ലക്ഷം രൂപയായിരുന്നു ലോസ് ഉണ്ടായിരുന്നത്, ബിസിനസ് ലോസ് ആയിരുന്നു. ഈ ലോസ് വേണമെങ്കിൽ അടുത്ത വർഷം, അതായത് ഇത് 2019 ആണ്, 2020 ഇത് ക്യാരി ഫോർവേഡ് ചെയ്യാം. ഇവിടെ നോക്കി, 3 പേർക്കും കൂടിയിട്ടാണ് 3 ലക്ഷം രൂപയുടെ ലോസ് പറഞ്ഞത്. ഇവിടെ സി എന്ന് പറയുന്ന വ്യക്തി മരിക്കുകയോ അല്ലെങ്കിൽ സി റിട്ടയർ ആവുകയോ ചെയ്തു എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് സിയുടെ പോർഷൻ, ഈക്വൽ പാർട്ട്നേഴ്സ് ആണെങ്കിൽ സിയുടെ പോർഷൻ 1 lakh ആയിരിക്കും. ആ 1 lakh എന്ന് പറയുന്ന ലോസ് പിന്നീട് ക്യാരി ഫോർവേഡ് ചെയ്യാൻ പാടില്ല. അതായത് 2020 ലോസ് ആയിട്ട് നമുക്ക് എത്ര മാത്രമേ ക്യാരി ഫോർവേഡ് ചെയ്യാൻ പറ്റുള്ളൂ, അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ, 2 ലക്ഷം രൂപ മാത്രമേ അഡ്ജസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. മനസ്സിലായി? പക്ഷേ ഇവിടെ അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആയിട്ട് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. എയും ബിയും സിയും കൂടെ ഉണ്ടായിരുന്ന സമയത്ത് അൺഅബ്സോർബ്ഡ് ഡിപ്രീസിയേഷൻ ആയിട്ട് 1 ലക്ഷം രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. അവിടെ ഒരാൾ റിട്ടയർ ആയാലും ഡെത്ത് ആയാലും ശരി, അതിന് കുഴപ്പമൊന്നുമില്ല. അവിടെ 1 ലക്ഷം രൂപ തന്നെ ക്യാരി ഫോർവേഡ് ചെയ്യാം. മനസ്സിലായി? സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ പറഞ്ഞിരിക്കുന്ന പോലെ നമ്മുടെ ഈ ഫേമിൻ്റെ അസസ്മെൻറ്റുമായിട്ട് നമുക്ക് ബന്ധപ്പെടുത്തിയിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇത് 2-3, അതായത് ഇതെല്ലാം PGBP ആയിട്ട് കണക്റ്റഡ് ആണ്. PGBPയുടെ പ്രോബ്ലം ചെയ്ത് പഠിച്ച ആൾക്കാർക്ക് ഇതിനകത്ത് യാതൊരുവിധ പ്രശ്നങ്ങളും ഉണ്ടാവാനുള്ള സാധ്യതയില്ല. കാരണം PGBPയുടെ അതേ ഫോർമാറ്റിനകത്ത് ഈ സെക്ഷൻ 40B മാത്രമാണ് നമുക്കൊരു അഡീഷൻ ആയിട്ട് കയറി പറഞ്ഞത്. നമുക്ക് കുറച്ച് പ്രോബ്ലം ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിൽ PGBP തന്നെ കണ്ടിന്യൂ ചെയ്യാം. കുറച്ച് കാര്യങ്ങൾ കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.